എങ്ങനെയുണ്ട് മക്കളെ 2025 ആ വലിയ തരക്കേടില്ല. അങ്ങനെ 2025 കഴിയുകയാണ്. വി ആർ ഗെറ്റിംഗ് മോർ ഓൾഡർ. വിക്കിപീഡിയയിലെ കണക്കനുസരിച്ച് 2025 ഇന്നീ ദിവസം വരെ 336 സിനിമകളാണ് റിലീസ് ചെയ്തത്. അതിനു പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ ആയിട്ട് പടങ്ങൾ വേറെ ഇറങ്ങി. 2025 മലയാള സിനിമയ്ക്ക് കമ്പാരിറ്റീവ്ലി നല്ലൊരു വർഷമായിരുന്നു. ചില നടന്മാരുടെ തിരിച്ചുവരവുകളും പുതിയ ഇൻഡസ്ട്രി ഹിറ്റുകളും എല്ലാം നൽകിയ വർഷമാണ് 2025. മറ്റു ലാംഗ്വേജസിലാണെങ്കിൽ ഏറെ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് കണ്ടിരുന്ന പല സിനിമകളും തകർന്നടിഞ്ഞ കാഴ്ചയാണ് കണ്ടത്. 2025 തമിഴ് സിനിമയ്ക്ക് വളരെ മോശം വർഷമായിരുന്നു. കാരണം പല ബിഗ് ഹൈപ്പഡ് പടങ്ങളും അപ്പാടെ നിലം പൊത്തി. ഇനി ഹിന്ദി നോക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ കൊല്ലം എങ്ങനെയായിരുന്നോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ബോളിവുഡും കോളിവുഡും കുത്തനെ താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില സർപ്രൈസ് ഹിറ്റുകളും അവിടെ വന്നുപോയി. എല്ലാ കൊല്ലത്തെയും പോലെ പുതിയ മേക്കേഴ്സും റൈറ്റേഴ്സും ഈ വർഷവും മോഡൽ എടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരി 2024 ഒക്ടോബറിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയ എന്റെ ഈ യൂട്യൂബ് ചാനൽ 1 ഇയർ ആനിവേഴ്സറി ആയതും 2025 23,100 സബ്സ്ക്രൈബേഴ്സും 66 ലക്ഷത്തോളം ടോട്ടൽ വ്യൂസുമായിട്ട് ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 70,000 രൂപയും റവന്യൂ ആയിട്ട് ഈ ചാനലിലൂടെ ഞാൻ നേടി. ചെറുതാണെങ്കിലും ഒരു പാർട്ട് ടൈം ഇൻകമായിട്ട് യൂട്യൂബ് റവന്യൂ കൂടെ വന്നത് എന്റെ ലൈഫിനും ഉയർച്ചകൾ ഉണ്ടാക്കി. മുഖം കാണിച്ച് വീഡിയോകൾ ചെയ്യാൻ മടിയുള്ളവർക്ക് മുമ്പിൽ ഫേസ്ലെസ് ആയും വീഡിയോസ് ചെയ്ത് ചെറിയ റവന്യൂ ഉണ്ടാക്കാമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ തവണയും വീഡിയോ ക്രിയേഷൻ എടുത്ത് കമ്മ്യൂണിറ്റിയിൽ വന്ന ഓരോ പോസ്റ്റ് ഇടുമ്പോഴും എന്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് നൽകുന്ന മോട്ടിവേഷനും സപ്പോർട്ടും എല്ലാം വലുതാണ്. അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഞാനും ഈ ചാനലും എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നൽകിയ സപ്പോർട്ടിന് നന്ദി പറയുന്നു. അതിലുപരി അതിൽ കൂടുതൽ സപ്പോർട്ട് തുടർന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണേ. ഈ ഒരു വീഡിയോയില് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്കും എനിക്ക് 2025 എന്ന വർഷം എങ്ങനെ ഉണ്ടായി എന്നും എന്താണ് നിങ്ങൾക്ക് ലഭിച്ച അച്ചീവ്മെന്റ്സ് എന്നെല്ലാം ജസ്റ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. ഇനി സങ്കടമോ ദേഷ്യമോ എന്തും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ്സിൽ രേഖപ്പെടുത്താം. എനിവേ 2026 അധികം വീഡിയോസ് ഒന്നും ഇനി ഉണ്ടാവാനായിട്ട് ചാൻസസ് കുറവാണ്. പതിയെ ഈ ചാനലിന്റെ റീച്ചും കാര്യങ്ങളെല്ലാം കുറയും. പാരലലി ഈ ചാനലിനെയും എന്നെയും ഈ ശബ്ദമെല്ലാം നിങ്ങളും മറക്കും. സോ 2026 ഞാൻ എന്റെ ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ചേക്കേറുന്നത് കൊണ്ടും അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാമായിട്ട് പതിയെ ഈ ചാനലും അങ്ങ് മരണപ്പെടും. ഇനി അഥവാ മരണപ്പെട്ടില്ലെങ്കിൽ മുഖം റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോകളും കറന്റ് അഫയേഴ്സും എല്ലാം ആയിട്ടുള്ള ഒരു ചാനലായിട്ട് ഇത് മാറും. അതിനും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ജീവിതത്തിൽ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അറിഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമയല്ല ജീവിതമൊന്നും സിനിമ എളുപ്പമല്ലെന്നും മനസ്സിലാക്കി. സോ ഇനി സിനിമയുടെ കാര്യവും സംശയമാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാവർക്കും 2026 ഒരു കിടിലം വർഷമായിട്ട് മാറാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ഗൈസ്, ഇമോഷണൽ മൂഡ് നമുക്ക് വിട്ടുപിടിക്കാം. 336 മലയാള സിനിമകളാണ് 2025 മലയാളത്തിൽ ഇറങ്ങിയത്. അന്യഭാഷാ ചിത്രങ്ങൾ വേറെയുണ്ട്. ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ട സിനിമകൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചിലപ്പോൾ മറ്റു പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഏതായാലും ഈ വർഷം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് പറയാം. ഈ വർഷം ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട സിനിമ രേഖാചിത്രമായിരുന്നു. സോ ആദ്യം പടം തന്നെ എനിക്ക് കിടില എക്സ്പീരിയൻസ് ആണ് തന്നത്. നല്ല ത്രില്ലിംഗ് ആയ ഒരു സിനിമ അനുഭവം രേഖാചിത്രത്തിൽ നിന്നും കിട്ടി. പലർക്കും നെഗറ്റീവ് അഭിപ്രായമായിരുന്നെങ്കിലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിന് മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന ക്യാരക്ടർ വളരെ മനോഹരമായിരുന്നു. പൊന്മാനും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ബേസിൽ ജോസഫിന്റെയും സജിൻ ഗോപുവിന്റെയും ക്യാരക്ടേഴ്സ് മനസ്സിൽ പിടിച്ചിരുത്തിയതാണ്. കുഞ്ചാക്കോ ബോബൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ക്യാരക്ടറായിട്ട് വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. മോഹൻലാലിന് മികച്ചൊരു കംബാക്കും ഈ ഇൻഡസ്ട്രിയിൽ മോഹൻലാലിന് എത്രമാത്രം ബോക്സ് ഓഫീസ് പവർ ഉണ്ടെന്നും കാണിച്ച സിനിമയായിരുന്നു തുടരും. ലോ ഹൈപ്പിൽ വന്ന ഈ സിനിമ എനിക്ക് കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിരുന്നു. ഒരു സർപ്രൈസ് ഹിറ്റായി മാറിയ പട്ടക്കളം എന്ന സിനിമയാണ് ഈ വർഷത്തെ എന്നെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിച്ച സിനിമകളിലൊന്ന്. ഈ വർഷം മോഹൻലാൽ നായകനായിട്ട് ഇറങ്ങിയ മൂന്നാമത്തെ സിനിമ ഹൃദയപൂർവ്വം ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് തന്നത്. കേവലം ഒരു ഫാമിലി പടം കൊണ്ടുവന്ന് കൊളുത്തിയിട്ടാണ് മോഹൻലാൽ പോയത്. അതിനുശേഷം ഇറങ്ങിയ ലോക ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറി. കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ലോകയിലൂടെ കിട്ടിയത്. പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റും ഒരു വലിയ യൂണിവേഴ്സും ഈ സിനിമയിലൂടെ തുടങ്ങി വെച്ചു. ഈ വർഷം പ്രണവിന്റേതായിട്ട് ഇറങ്ങിയ ഡൈസിറെ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ഒരു കിടിലൻ ഹൊറർ എക്സ്പീരിയൻസ് തന്ന സിനിമയാണ്. പ്രണവിന്റെ മികച്ചൊരു പ്രകടനവും ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. അടുത്തത് സന്ദീപിന്റെ എക്കോ. സന്ദീപിന്റെ എന്ന് പറയുന്നതിനേക്കാൾ രഞ്ജിത്തിന്റെയും ബാഹുലിന്റെയും എക്കോ എന്ന് പറയുന്നതാവും കൂടുതൽ നല്ലത്. ഒരു സിനിമയുടെ കഥയും ക്ലൈമാക്സും കണ്ടിട്ട് ഒരു റൈറ്ററിന്റെ ഫാൻ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമയുടേതാണ്. എല്ലാം കൊണ്ടും കിഡിലൻ ഒരു സിനിമ തന്നെയായിരുന്നു എക്കോ. മമ്മൂക്കയുടെ ഈ വർഷത്തെ മൂന്നാമതായിട്ട് ഇറങ്ങിയ മലയാള സിനിമ കളങ്കാവല്. മുന്നിറങ്ങിയ 2 സിനിമയുടെയും ക്ഷീണം ഈ ഒരു സിനിമയുടെ പെർഫോമൻസിലൂടെ അങ്ങേര് തീർത്തു കൊടുത്തു. ഒരു കിഡിലൻ പടം, കിഡിലൻ ക്യാരക്ടർ. ഒരുപാട് നാൾക്ക് ശേഷം ദിലീപ് ഒരു മാസ് എന്റർടൈനർ ആയിട്ട് വന്ന് തകർത്തടിച്ചു പോയ ബബ്ബ ഈ വർഷത്തെ മറ്റൊരു കിഡിലൻ എന്റർടൈനർ ആയിട്ട് മാറി. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സർവം മായ. അജു ആൻഡ് നിവിൻ കോമ്പോനെ ആ സിനിമയിൽ കണ്ടപ്പോൾ ഒട്ടുക്കത്തെ നൊസ്റ്റാൾജി ആയിരുന്നു. ഇനി അന്യഭാഷയിലാണെങ്കിൽ പവൻ കല്യാണിന്റെ ഓജി, ഋഷഭ് ഷെട്ടിയുടെ കാന്താര, രൺവീർ സിംഗിന്റെ ദുരന്തർ, പ്രദീപിന്റെ ഡ്രാഗൺ മുതലായ സിനിമകളും കിഡിലൻ എക്സ്പീരിയൻസ് നൽകി. വ്യസന സമേതം, ബന്ധുമിത്രാദികൾ, ധീരൻ, തലവര, പ്രിൻസ് ആൻഡ് ദ ഫാമിലി, ടൂറിസ്റ്റ് ഫാമിലി, ഡ്യൂഡ്, സൂര്യയുടെ റെട്രോ, അഭിലാഷം മുതലായ സിനിമകൾ OTT-യിലാണ് കണ്ടത്. ഇതെല്ലാം എനിക്ക് OTT-യിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഇനി ഞാൻ ഏറെ കാത്തിരുന്ന് പടം കണ്ടപ്പോൾ എന്നെ നിരാശപ്പെടുത്തിയ ചില സിനിമകളുണ്ട്. ഇനി നമുക്ക് ആ ലിസ്റ്റിലേക്ക് ഒന്ന് പോവാം.
അതിൽ ആദ്യത്തേതാണ് എമ്പുരാൻ. അത്രയധികം എക്സൈറ്റഡ് ആയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചു നോക്കിയിരുന്ന പടമായിരുന്നു അത്. ഈ വർഷം തിയേറ്ററിൽ എനിക്ക് ഒരു ഹൈ മൊമെന്റ്സും തരാതെ എന്നെ ഏറ്റവും നിരാശനാക്കിയത് എമ്പുരാനായിരുന്നു. എന്റെ കാശ് പോയി എന്നതിലുപരി എന്താണ് ഇതിന്റെ റൈറ്റർക്കും മേക്കേഴ്സിനും പറ്റിയത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. അടുത്തത് മമ്മൂട്ടിയുടെ ബസൂക്ക. ഇതുവരെ കാണാത്ത രീതിയിലുള്ള കഥയാണെന്നെല്ലാം പറഞ്ഞ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിൽ തന്നെ അത്യാവശ്യം ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പടം കണ്ടപ്പോൾ വളരെ പരിതാപകരമായിരുന്നു. ലെജൻഡറി തമിഴ് ഡയറക്ടർ മണിരത്നവും കമലഹാസനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച തഗ് ലൈഫും സെയിം അവസ്ഥ തന്നെയായിരുന്നു. മണിരത്നം ഇതുമാതിരി ഒരു അപരാധ സിനിമ ചെയ്തു വെക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ പല്ലു ഒഴിഞ്ഞ പഴയ സിംഗം ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ. മണിരത്നം ചെയ്ത പോലെ തന്നെ വളരെ മികച്ച ഒരു അപരാധം തന്നെയായിരുന്നു ഈ സിനിമയും. 2024 അനൗൺസ്മെന്റ് മുതൽ കാത്തിരുന്ന തമിഴ് സിനിമയായിരുന്നു കൂലി. അതും മറ്റൊരു അപരാധമായിട്ട് മാറി. ലോകേഷ് എന്ന ഡയറക്ടർ അത്യാവശ്യം എക്സ്പോസ്ഡ് ആവുകയും പാൻ ഇന്ത്യൻ ഊക്ക് വാങ്ങുകയും ചെയ്തു. ഇതുപോലെ തന്നെ വാറിന്റെ സീക്വൽ ആയിട്ട് വന്ന വാർ 2 അതും ഒരു അപരാധ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വാറിന്റെ വിലയെ വാർ 2 കളഞ്ഞു. പൃഥ്വിരാജിന്റേതായിട്ട് വന്ന വിലായത് ബുദ്ധ, പെറ്റ് ഡിറ്റക്റ്റീവ്, ദുൽഖറിന്റെ കാന്ത, ആലപ്പുഴ ജിംഖാന, ഐഡന്റിറ്റി, മരണമാസ്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, സുമതി വളവ്, ഓടും കുതിര ചാടും കുതിര, മിറാജ്, കരം, ബൾട്ടി, വൃഷഭ മുതലായ സിനിമകളും ഒട്ടും ഇഷ്ടമാകാതെ പോയി. ഈ കൊല്ലം എനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച 5 തിയേറ്റർ എക്സ്പീരിയൻസ് പറയാം. അതിലെ ഏറ്റവും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ലോകം കണ്ടപ്പോഴാണ്. ഇറ്റ് വാസ് എ ബ്രില്യൻ മൂവി. പിന്നീട് പടക്കളം, പിന്നീട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബബ്ബ, ഫിഫ്ത്ത് വൺ തുടരും. എനിക്ക് നോർമലി കുറച്ച് കൊമേഴ്ഷ്യൽ ടൈപ്പ് സിനിമകളോടാണ് താല്പര്യം. അതുകൊണ്ടാണ് എന്റെ ലിസ്റ്റ് ഇങ്ങനെ. അതിൽ എന്നെ സർപ്രൈസ് ആക്കിയത് ഉറപ്പായിട്ടും എക്കോ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ടതും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിച്ചതും ഇനി ഒട്ടും ഇഷ്ടപ്പെടാതെ പോയതുമായിട്ടുള്ള സിനിമകൾ കമന്റിൽ പറയണേ. മോഹൻലാല്, ദിലീപ്, നിവിൻ പോളി എന്നിവരുടെ കംബാക്സും കൂടി കിട്ടിയ വർഷമായിരുന്നു 2025. അന്യഭാഷകളിൽ പോയി കോമഡി കളിക്കുന്ന ജയറാം കാന്താരയിലെ വേഷവും റെട്രോയിലെ വേഷവും മികച്ചതാക്കി ചെയ്തു. അദ്ദേഹത്തിന്റെയും സുരേഷ് ഗോപിയുടെയും തിരിച്ചുവരവാനായിട്ട് സ്റ്റിൽ മലയാളം ഇൻഡസ്ട്രി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സൂര്യ വീണ്ടും ഹിറ്റില്ലാതെ തുടരുന്നു. മമ്മൂട്ടി വീണ്ടും 100 കോടി ഇല്ലാതെ 2026 പോകുന്നു. 1 ലക്ഷം വ്യൂസ് ഉള്ള ഒരു വീഡിയോ പോലും ഇല്ലാതെ നിങ്ങളുടെ ഈ പാവ മാജിക് ബ്രൂം ചാനലും 2026 പോകുന്നു. 98,000 വ്യൂസിൽ നിൽക്കുന്ന കൂലി റീക്രിയേഷൻ വീഡിയോ എന്നെങ്കിലും 1 ലക്ഷം ആവുമെന്ന് വിശ്വസിക്കാം. അടുത്ത കൊല്ലം അതെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. 1000 കോടി അടിച്ച 4ാം സിനിമയായിട്ട് ദുരന്തർ മാറിയിരിക്കുന്നു. മലയാളത്തിന്റെ ലെജൻഡ് ശ്രീനിവാസൻ അന്തരിച്ച വർഷം കൂടിയാണ്. അങ്ങനെ നഷ്ടത്തിന്റെയും നേടിയെടുക്കലിലേക്കായിട്ടുള്ള നാളുകൾ 2025 ഉണ്ടായിരുന്നു. ഇനി പലതും നേടിയെടുക്കാനും നഷ്ടപ്പെടുത്താനുമായിട്ട് 2026 നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും 2025 എന്ന വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും കമന്റിൽ പറയുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ് ആൻഡ് വിഷിംഗ് യു എ ഹാപ്പി ന്യൂ ഇയർ.